ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നെയ്യപ്പമാണ്. ബേക്കിംഗ് സോഡയും മൈദയും ചേർക്കാതെ തികച്ചും നാടൻ രീതിയിൽ നല്ലൊരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നെയ്യപ്പം ഉണ്ടാക്കാനായി നമ്മളിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് നന്നായി കഴുകി കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കണം. വെള്ളം ഒഴിച്ചിട്ടോ. ഇനി അത് നന്നായി കഴുകി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കയുടെ കുരു, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളം 1/4 ഗ്ലാസ് 1/4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് കുറച്ച് ചൂടാറിയതിന് ശേഷം മാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് അതിലേക്ക് 1/4 ടീസ്പൂൺ എള്ളും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത്, വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഗോതമ്പ് മാവും ഇട്ട് പാകാക്കാം. ഈ പരുവത്തിലാണ് മാവ് വേണ്ടത്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് ചാടാതെ എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. 2 സൈഡും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം, കോരിയെടുക്കാം. ഇതുപോലെ മറ്റുള്ളതെല്ലാം ചുട്ട് എടുക്കാം. നെയ്യപ്പം ചുടുമ്പോൾ എല്ലാം ചുട്ടെടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊട്ടിച്ച് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നന്നായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ നെയ്യപ്പം ചുടുമ്പോൾ കരുതേണ്ടത്, പണ്ട് കാലങ്ങളിൽ ഉണക്കലരി ഉപയോഗിച്ചാണ് നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നത്. ഞാനിവിടെ റേഷൻ കടയിൽ നിന്നും കിട്ടിയ നാടൻ പച്ചരി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഉണക്കലരി കിട്ടിയാൽ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അരി അളന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ, ഞാൻ ഗ്ലാസ്സിലാണ് ഇവിടെ അരി അളന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും അളക്കാം. പിന്നീടുള്ള അളവുകൾ അതേ പാത്രം ഉപയോഗിച്ചാൽ മതി. ഈ അരി ഉപയോഗിച്ച് ഏകദേശം ഒരു 10 നെയ്യപ്പം ഉണ്ടാക്കാം. കുറഞ്ഞത് 3 മണിക്കൂർ ആണ് അരി കുതിർത്തേണ്ടത്. അതിൽ കൂടുതൽ നേരം കുതിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഉരുട്ടേണ്ടത്. വലിയ കഷ്ണങ്ങളായാൽ അത് ഒരുപാട് നേരം തിളയ്ക്കേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. പിന്നെ മാവ് അധികം ചൂടോടെ ഒഴിക്കരുത്. കുറഞ്ഞ ചൂടിൽ ഒഴിച്ച് കുറച്ച് ആറിയതിന് ശേഷം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. പിന്നീട് അപ്പക്കാരം മൈദയൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. 10-11 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. പിന്നെ എള്ള് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയൊക്കെയാണ്
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ